എൻ്റെ പേര് തസ്കിന. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ലോ ബാക്ക് പെയിൻ ഇഷ്യൂ ആയിട്ടായിരുന്നു ഞാൻ സെഹാഗാർഡിൽ വരുന്നത്. ഞാൻ ഡോക്ടറെയാണ് ഞാൻ കൺസൾട്ട് ചെയ്തത്. ഡോക്ടറാണ് ഡയഗ്നോസ് ചെയ്തിട്ട് എനിക്ക് ഫൈബ്രോമയാലജി ആൻഡ് ഡിസ്ക് ബൾജ് ആണ് ഇഷ്യൂ എന്ന് പറഞ്ഞു തന്നത്. എനിക്ക് 15 days ഓഫ് ആയുർവേദ ആൻഡ് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വന്ന നെക്സ്റ്റ് ഇയർ ആണ് എനിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സ്നാൻ ആൻഡ് ജ്വാലയായിരുന്നു എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ്. അതിനെ അവരെന്നെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കി. കാരണം എനിക്ക് ഫൈബ്രോമയാലജി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് നടക്കുമ്പോഴാണെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിലും നല്ല പെയിനായിരുന്നു, നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു. എവിടെ ടച്ച് ചെയ്താലും നല്ല പെയിനായിരുന്നു. സോ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പെയിൻ മൊഡാലിറ്റീസിൻ്റെ ആയിരുന്നു. പെയിൻ മൊഡാലിറ്റീസ് ട്രീറ്റ്മെന്റിന് ശേഷം എനിക്ക് ആയുർവേദം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആയുർവേദത്തിൽ യമുന ആൻഡ് രഞ്ജന ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന ആയുർവേദ തെറാപ്പിസ്റ്റേഴ്സ്. അവരാണെങ്കിലും അടിപൊളിയായിട്ടായിരുന്നു എൻ്റെ ബോഡി പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൂക്ഷിച്ച് കെയർ ചെയ്തിട്ടായിരുന്നു എനിക്ക് ട്രീറ്റ്മെൻറ്റ്സ് തന്നുകൊണ്ടിരുന്നത്. ദെൻ അത് കഴിഞ്ഞ് എനിക്ക് പെയിൻ മൊഡാലിറ്റീസ് ഒരു ഓൾമോസ്റ്റ് പെയിനൊക്കെ ഒന്ന് കുറഞ്ഞുകൊണ്ട് കണ്ടപ്പോഴത്തേക്കും ഞാൻ എനിക്ക് എൻ്റെ മസിൽസ് എല്ലാം വളരെ വീക്കായിരുന്നു. ഫൈബ്രോമയാലജി ആയതുകൊണ്ട് തന്നെ മസിൽസ് എല്ലാം നല്ല രീതിയിൽ വീക്കായിരുന്നു. സോ എനിക്ക് മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്തനിങ് ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. 10 days ഓഫ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ്. ആൻഡ് ഡിസ്ചാർജ് ആവുന്ന ടൈം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം വളരെയധികം എനിക്ക് നല്ല രീതിയിൽ ബെറ്റർ ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ മനസ്സിലാവേണ്ട കാര്യം വന്ന സമയത്ത് എന്തെങ്കിലും സ്റ്റെപ്പ് കയറാനാണെങ്കിലും നടക്കാനാണെങ്കിലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. സോ ഒരു 15 days ഓഫ് ട്രീറ്റ്മെൻറ്റിൽ 99% ഓഫ് പ്രോഗ്രസ് വരുന്നതാണ് എനിക്ക് പറയാൻ പറ്റും. സോ ഇറ്റ്സ് ആൻ അമേസിംഗ് തിങ് ദാറ്റ് 15 days തന്നെ ഇത്രയും ചേഞ്ചസ് വന്നു എന്നുള്ളത്. സെഹാഗാർഡിൽ ഞാൻ ഫസ്റ്റ് കോൺടാക്ട് ചെയ്തത് ജിസാനായിരുന്നു. ജിസാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് പറഞ്ഞു തന്നത്. ആൻഡ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം റിസാനയായിരുന്നു എനിക്ക് എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ ഫുൾ ടൈം ഡോക്ടർ തൻശ്രീയും ഭീഷ്മ സിസ്റ്ററും അവൈലബിൾ ആയിരുന്നു. എന്ത് കാര്യത്തിലും അവർ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വന്ന് അന്വേഷിച്ച് രാവിലെ റൗണ്ട്സും വൈറ്റൽ ചെക്കപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീക്ക്ലി വൺസ് അനസ് ഡോക്ടർ വന്ന് എൻ്റെ പ്രോഗ്രസ് ഒക്കെ നോക്കി ട്രീറ്റ്മെൻറ്റിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സെഹാഗാർഡിലെ എല്ലാ സ്റ്റാഫ്സും വളരെ സപ്പോർട്ടിങ് ആൻഡ് കെയറിങ് ആയിരുന്നു. സോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ സീലിംഗ് കണ്ടീഷനുള്ള എൻ്റെ റിലേറ്റീവ് ഞാൻ ഓൾറെഡി സെഹാഗാർഡിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേഹാപരമായിട്ടുള്ള ഏതൊരു ഡിസീസസ്